പുരാതനമായ ചാത്തമംഗലം ചൂലൂരിലെ ശൂൽനൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അപൂർവമായി നടക്കുന്ന മഹാഭാഗ്യ സൂക്ത യജ്ഞം ഡിസംബർ 24 മുതൽ 28 തീയതി വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാറിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മഹാഭാഗ്യ സൂക്ത യജ്ഞം നടത്തുന്നത്. മലബാറില് തന്നെ ആദ്യമായിട്ട്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു മഹായജ്ഞം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തളിപ്പറമ്പ് കൊടിയൂർ പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ യജ്ഞത്തിന് കേരളത്തിലെ അതിപ്രഗത്ഭരും പ്രശസ്തരുമായ 25-ൽ പരം യജുർവേദ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ സ്റ്റാർ ഐക്കണിക് അവാർഡ് ജേതാവ് PM വ്യാസൻ, ഭാഗവതാചാര്യൻ പാറക്കോട് വാസുദേവൻ നമ്പൂതിരി, കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ വേദിക് ഇൻസ്ട്രക്ടർ ബാബുരാജൻ, ഹൃദയവിദ്യ ഫൗണ്ടേഷൻ ആചാര്യൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവർ വിവിധ ദിവസങ്ങളിലായിട്ട് പ്രഭാഷണം നടത്തും. സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കുംഭമേളയില് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഖാഡയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിച്ചിട്ടുള്ള ആനന്ദവനം ഭാരതി സ്വാമിജി, അദ്ദേഹം കാശിയിലാണ് ആസ്ഥാനം. അദ്ദേഹം 27-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. സഹദേവൻ സാറ്, അഖിലേന്ത്യാ OBC മുസ്ലിം മഞ്ച് വൈസ് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ഇവിടെ അടുത്ത MVR ക്യാൻസർ സെന്റർ ചെയർമാൻ ശ്രീ P വിജയകൃഷ്ണൻ സാർ, പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് C നായർ തുടങ്ങിയ ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. യജുർവേദത്തിലും ഋഗ്വേദത്തിലും മറ്റ് വേദങ്ങളിലുള്ള ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിലെ ഇന്ദ്രൻ, അഗ്നി, യമൻ, അതേമാതിരി വേദത്തിലെ സൂര്യൻ, പ്രകൃതി, ഭൂമി, ജലം, ഇത്തരം വായു, ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥ ജീവിതത്തിന് ഇതൊക്കെ ശുദ്ധമായ വായു ആവശ്യമാണ്, ശുദ്ധജലം ആവശ്യമാണ്, ശുദ്ധമായ മണ്ണ് ആവശ്യമാണ്, ശുദ്ധമായ പരിസ്ഥിതി സംവിധാനം ആവശ്യമാണ്. ഇതൊക്കെ തന്നെ ശുദ്ധമായി നിലനിർത്തണമെന്ന് സൂര്യൻ മറ്റുള്ള ആളുകളോട് പ്രാർത്ഥിക്കുകയാണ്. ക്രിയാപരമായിട്ട് പ്രാർത്ഥന ഇതിന്റെ മെസ്സേജ് എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണം, രാഷ്ട്രരക്ഷ, ലോകരക്ഷ, എല്ലാ ജീവജാലങ്ങൾക്കും ഐശ്വര്യവും ശ്രേയസ്സും വേണം. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഇത് സാർത്ഥകമാക്കാനുള്ള പ്രായോഗിക വിധികൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളില് അതൊക്കെ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് സാംസ്കാരിക സമ്മേളനത്തിൽ കൂടി ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. ഭാഗ്യസ്വപ്നം ഒരു പ്രത്യേക മന്ത്രമാണ്. അത് ആവർത്തിച്ച് 14,000 പ്രാവശ്യം ഈ ദിവസം ആവർത്തിച്ച് എഴുതി പ്രത്യേക ഹോമദ്രവ്യം അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹോമം ഹവിസ് പ്രത്യേകം തയ്യാറാക്കിയ ഹവിസ് അതിൻ്റെതായ പുക എല്ലാം കാർബൺ ആണെങ്കിലും ചില പുക നല്ലതും ചില പുക ചീത്തയുണ്ട്. അതേമാതിരി അതിനുവേണ്ടി ഔഷധ കൂട്ടുകളോ ദ്രവ്യങ്ങളൊക്കെ കത്തിക്കുന്ന സമയത്ത് അത് അന്തരീക്ഷ ശുദ്ധി വരും. അതേമാതിരിയുള്ള ഈ മന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ, വേവ്സ്, പോസിറ്റീവ് വേവ്സ് ഇവിടെ നടക്കുന്ന സമയത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരും. അത്തരം ഒരു ഗുണകരമായ പോസിറ്റീവായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പക്ഷെ കുറെ ആളുകളും ഈ മന്ത്രം അറിയുന്ന വലിയ 25ഓളം ആളുകളുടെ ആവശ്യമുണ്ടായതുകൊണ്ട്, വിഭവങ്ങളും ആവശ്യമുണ്ടായതുകൊണ്ട് അപൂർവമായിട്ട് മാത്രമേ നടത്താറുള്ളൂ. ഞങ്ങൾ അറിവ് പ്രമാണിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, NT പരമേശ്വരൻ നമ്പൂതിരി, രവീന്ദ്രൻ പറമ്പിൽ, NT നാരായണൻ നമ്പൂതിരി, ശ്രീജിത്ത് ഉൽപ്പങ്കണ്ടി, രാധാകൃഷ്ണൻ കാൽപ്പകശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. 2025 ഡിസംബർ 24 മുതൽ 28 വരെയാണ് മഹാഭാഗ്യസൂക്തം ശൂൽനൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്.